നമസ്കാരം. കഴിഞ്ഞ ഏതാനും നാളുകളായി കരയിലും ആകാശത്തുമുള്ള നിരീക്ഷണ ആക്രമണ ദൗത്യങ്ങൾ മുൻനിർത്തി പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഡ്രോണുകളായിരുന്നു ആഗോള പ്രതിരോധ വാർത്തകളിലെ താരങ്ങൾ. എന്നാൽ സമുദ്രാന്തർഭാഗത്ത് യുദ്ധ ദൗത്യങ്ങൾക്കായി വിനിയോഗപ്പെടുത്തുന്ന ഡ്രോണുകൾ ഇതുവരെയും ലോകരാജ്യങ്ങൾ ഒന്നും പരീക്ഷിച്ചിരുന്നില്ല. ഇപ്പോഴിതാ അമേരിക്ക ആ രംഗത്തേക്കും ചുവടുവെച്ചു കഴിഞ്ഞു. സമുദ്രാന്തർ പോരാട്ടങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാനുതകുന്ന പുതിയൊരു ഡ്രോൺ സംവിധാനം US ആസ്ഥാനമായുള്ള ആഗോള പ്രശസ്ത പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ സാധ്യമാക്കിയിരിക്കുകയാണ്. റോബോട്ടിക് ലാംബ്രെ എന്ന ഈ മിഷൻ ഓട്ടോണമസ് അണ്ടർസീ വെഹിക്കിളിന്റെ പ്രത്യേകതകൾ അതിന്റെ ഭീകരത വെളിവാക്കുന്നു. സമുദ്രോപരിതലത്തിലൂടെ നീങ്ങുന്ന കപ്പലുകളിലും സമുദ്രാന്തർഭാഗത്തോടെ സഞ്ചരിക്കുന്ന അന്തർവാഹിനികളിലും ഒരു പരാതത്തെ പോലെ പറ്റിപ്പിടിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന ഡ്രോൺ സംവിധാനമാണ് ലോക്ഹീഡ് മാർട്ടിൻ സാധ്യമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ സമുദ്രയുദ്ധത്തിൽ എതിരാളികളുടെ ഏതു നീക്കവും തത്സമയം ഈ സംവിധാനത്തിലൂടെ അടുത്തറിയാനാകും. ലാംബ്രെ എന്നാൽ വലിയ മത്സ്യങ്ങളുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വാമ്പയർ മത്സ്യഗണത്തിലെ ഒരിനമാണ്. സമുദ്രത്തിലെ ഈ പരാദജീവികൾക്ക് താടിയെല്ലുകളില്ല. ഈൽ മത്സ്യത്തെ പോലിരിക്കുന്ന ഇവയുടെ വായിൽ വൃത്താകൃതിയിലുള്ള സക്കറുകളും മൂർച്ചയുള്ള പല്ലുകളുമുണ്ട്. മറ്റു മത്സ്യങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന് അവയുടെ രക്തം കുടിച്ചാണ് ലാംബ്രയുടെ ജീവിതം. ഇത്തരം മത്സ്യങ്ങളുടേതിന് സമാനമായ രീതിയിലാണ് അണ്ടർസീ വെഹിക്കിളായ റോബോട്ടിക് ലാംബ്രെ ലോക്ഹീഡ് മാർട്ടിൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഈ സമുദ്രാന്തർ വാഹന സംവിധാനത്തിന് സക്ഷൻ കപ്പുകൾ അല്ലെങ്കിൽ പ്രത്യേക ഡോക്കിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തി മറ്റ് കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും പുറമെ ഒട്ടിപ്പിടിച്ചിരിക്കാനാകും. ഇത് ഉറപ്പിച്ചിരിക്കുന്ന കപ്പലിന്റെയോ അന്തർവാഹിനിയുടെയോ ചലനങ്ങൾ പ്രയോജനപ്പെടുത്തി ഇതിലെ ഹൈഡ്രോ ജനറേറ്ററുകൾ വഴി ബാറ്ററികൾ ചാർജാകും. യാത്രാവേളകളിൽ ചാർജ് ചെയ്യപ്പെടുന്നതിനാൽ തന്നെ ഇവ പൂർണ്ണ സമയവും പ്രവർത്തന സജ്ജമായിരിക്കുകയും ചെയ്യും. ഈ ഡ്രോൺ സംവിധാനം നിരീക്ഷണത്തിനായി വിന്യസിച്ചാൽ ദൗത്യ നിർവഹണത്തിന് ശേഷം അവയെ തിരികെ വീണ്ടെടുക്കാനുമാകും. ഇതുകൊണ്ടും തീരുന്നില്ല ലാംബ്രയുടെ ഗുണഗണങ്ങൾ. നിരീക്ഷണ ദൗത്യങ്ങൾക്ക് എന്ന പോലെ തന്നെ കടലിന്റെ അടിത്തട്ടിൽ പതിയിരുന്ന് ആക്രമണം നടത്താനും ഇത്തരം അണ്ടർ വാട്ടർ വെഹിക്കിൾ പ്രയോജനപ്പെടുത്താനാകുമെന്നും ലോക്ഹീഡ് മാർട്ടിൻ അവകാശപ്പെടുന്നു. ഈ അണ്ടർ വാട്ടർ വെഹിക്കിളിന്റെ പെലോഡ് ബേയിൽ 6 ചെറു ഡ്രോണുകളെ വഹിക്കാൻ ശേഷിയുള്ള വിക്ഷേപണ കുഴലുകൾ ഘടിപ്പിക്കാനാകും. അതോടൊപ്പം ടോർപിഡോകൾ, സെൻസറുകൾ, ശത്രു സെൻസറുകളെ കബളിപ്പിക്കാനാകുന്ന ഡെക്കോയികൾ എന്നിവയും ഇവയിൽ കൂട്ടിച്ചേർക്കാനുമാകും. വലിയ കപ്പലുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ആഴമില്ലാത്ത സമുദ്രഭാഗങ്ങളിലും അപകട സാധ്യതാ മേഖലകളിലും ഇവയെ വിന്യസിക്കാനാകും. സമുദ്രത്തിനടിയിൽ നിരീക്ഷണ ദൗത്യങ്ങൾ നടത്തുന്ന ലാംബ്രയ്ക്ക് സമുദ്ര ഉപരിതലത്തിലുള്ള കപ്പലുകളുമായും വിമാനങ്ങളുമായും ആശയവിനിമയം നടത്താനുമാകും. അതിനായി ഇവയിൽ പ്രത്യേക സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സമുദ്രത്തിലെ ശത്രു നീക്കങ്ങൾ യഥോചിതം വിമാനങ്ങളിലേക്കും മറ്റ് കപ്പലുകളിലേക്കും എത്തിക്കുന്നത് വഴി ശത്രു നീക്കങ്ങളെ നിർവീര്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ ലാംബ്രയ്ക്കാകും. ഇത്തരത്തിൽ വിവിധ ശേഷികളോടെ ലോക്ഹീഡ് മാർട്ടിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ലാംബ്രെ എന്ന മിഷൻ ഓട്ടോണമസ് അണ്ടർസീ വെഹിക്കിൾ ആഗോള പ്രതിരോധ രംഗത്ത് വലിയ ചലനം സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ആഗോള പ്രതിരോധ ഗവേഷണ രംഗത്ത് വലിയ മാറ്റത്തിന് ഈ കണ്ടുപിടുത്തം വഴിതുറക്കും. അതിനാൽ തന്നെ ഇനി അങ്ങോട്ട് സമുദ്രാന്തര ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള മത്സരത്തിലാകും ലോകരാഷ്ട്രങ്ങൾ. വാർത്തയുടെ നിറം തേടി തനി നിറം.